ഏതായാലും ക്രിസ്മസ് വരാൻ പോവാണ്, അതിനൊപ്പം തന്നെ എക്സാം വരാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ നമുക്ക് വെക്കേഷനാണ് 10 ഡേയ്സ്. അപ്പോൾ ഈ 10 ഡേയ്സ് അടിച്ച് പൊളിക്കാനായിട്ട് ഞാൻ സെർവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സെർവറിൻ്റെ പേര് ലെജൻഡ് SMP എന്നാണ്. അപ്പോൾ ഈ സെർവറിൽ ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനാണ് ഗൈസ്. ഓക്കെ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങൾക്ക് കയറാൻ പറ്റും, നമ്മുടെ നോർമൽ യൂട്യൂബ് ചാനലില്ലാത്തവർക്കും കയറാൻ പറ്റും. അപ്പോൾ ഈ സെർവർ ഒരു ലൈഫ് സ്റ്റൈൽ SMP ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന് 70% ഓഫ് വോട്ടിംഗ് വന്നത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ SMPക്കാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ SMPക്ക് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് വീഡിയോയുടെ മുകളിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് നെക്കി പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ 2K ആണ് റൂട്ട് 2. ആൻഡ് നമ്മുടെ ലെക്സ് പ്ലേ കാണാത്തവരുണ്ടെങ്കിൽ ലെക്സ് പ്ലേ കാണാൻ ഗൈസ് ഞാൻ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലേലിസ്റ്റും കാണാൻ പറ്റും. നമ്മുടെ എല്ലാ എപ്പിസോഡും കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെക്സ് പ്ലേയുടെ. ഗൈസ് ഈ സെർവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അറ്റോർണൻസിലാണ്. അപ്പോൾ അറ്റോർണൻസിലായതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഈ സെർവർ നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് കുറച്ച് മാർച്ച് വരെ നീട്ടിക്കൊണ്ടുപോകാനാണ്. അപ്പോൾ ഈ സെർവറിൽ മെയിൻലി എല്ലാവരും കയറി കളിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ആവശ്യമുണ്ട്. 8 കണ്ടൻറ് ക്രിയേറ്റേഴ്സും മാക്സിമം ആവശ്യമുണ്ട്. അല്ലാത്തവർക്ക് ഈ സെർവറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ 8 പേരെ ഈ സെർവർ ഓണാക്കാനായിട്ട് നിർത്തുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇവരായിരിക്കും ഈ സെർവറിൻ്റെ ടെമ്പററി ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓൺലൈനിലുള്ള സമയത്ത് മാത്രമേ സെർവർ ഓണാക്കിയാൽ മതി. അല്ലാത്ത സമയത്ത് ഞാൻ ഓൺലൈനിലുണ്ടാവും, ഞാൻ ഓണാക്കിക്കോളാം. ഞാൻ ഓൺലൈനിൽ ഇല്ലെങ്കിൽ സെല്ലി ഗെയിമിംഗ് ഉണ്ടാവും, അവനെ കൊണ്ട് ഓണാക്കിച്ചോളാം ഗൈസ്. ആൻഡ് ഈ സെർവർ ജാവ പ്ലസ് ബെഡ്റോക്കാണ്. ബെഡ്റോക്കിലുള്ള എല്ലാ വെർഷൻസിലും കയറാൻ പറ്റും. പൂജ ലോഞ്ചർ, ഡി ലോഞ്ചർ എല്ലാ വെർഷൻസിലും കയറാൻ പറ്റും. അതേപോലെ നമ്മുടെ ബെഡ്റോക്ക് അഡീഷനുള്ളവർക്ക് 1.50 അത് 1.21.50 കയറാൻ പറ്റും. അതേപോലെ എല്ലാ 1.21 താഴത്തോട്ടുള്ള വെർഷൻസിൽ കയറാൻ പറ്റും ഗൈസ്. അതേപോലെ തന്നെ സെർവർ കംപ്ലീറ്റ്ലി ഒപ്റ്റിമൈസ് ആണ്. അതേപോലെ സെർവറിൽ മെയിനായിട്ട് ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോഴല്ല, ഞങ്ങൾ സെർവർ 20-ാം തീയതി ലോഞ്ച് ആകുമ്പോൾ ക്രിസ്മസ് ടൈമിലായിരിക്കും ആ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റിൻ്റെ പേര് ലെജൻഡറി ലീഡർഷിപ്പ് എന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു ലീഡറിനെ സെർവറിന് വേണ്ടി ചൂസ് ചെയ്യുന്നതായിരിക്കും. ആ 2 ദിവസവും സെർവർ ഭയങ്കര ശാന്തമായിരിക്കും. ഒരു പ്ലേസിനെ വേണ്ടി തല്ലാൻ പാടില്ല. അതാണ് ആ സമയത്തുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ. ആരും തല്ലുകയാണെങ്കിൽ ടെമ്പററി ബാൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ സെർവറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീംമേറ്റിനെ റിവേർവ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങളുടെ പകുതി ഹാർട്ട് നിങ്ങൾക്ക് ഇവിടെ റെഡീം ചെയ്യാൻ പറ്റും ഗൈസ്. എന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിനെ കൊടുക്കാൻ പറ്റും ഗൈസ്. അതേപോലെ ഞങ്ങൾ ലൈവിൽ വെച്ച് എല്ലാ കമാൻഡും പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള എല്ലാ കമാൻഡും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. ആൻഡ് ഈ സെർവറിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ തല്ല, ആരും ഒന്നും ചോദിക്കാൻ പറയുകയൊന്നും ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെർവറിൽ ഒരു മെയിൻ ഫീച്ചറാണ്, നിങ്ങൾ ഒരു പ്ലെയറിനെ കൊന്നെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ അടിച്ചെന്ന് വിചാരിച്ചോ, അവൻ്റെ ഓരോ ഹാർട്ട് വെച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഗൈസ്. ഇപ്പം അത് നിങ്ങൾക്ക് ടോട്ടൽ ഹാർട്ട് കിട്ടുന്നത് വെച്ചാൽ 30 ഹാർട്ട്സാണ് നിങ്ങൾ സെർവറിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. ഈ 30 ഹാർട്ട്സ് നിങ്ങൾ മെയിൻലി കളക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹാർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ ലൈവിൽ കൂടെ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ലൈവിൽ കൂടെ പറഞ്ഞിരുന്നതായിരിക്കും ഗൈസ്. അതേപോലെ തന്നെ വീഡിയോയുടെ അടിയിലായിട്ട് ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടൺ അമർത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുകയാണ്. ആൻഡ് ഗൈസ് ഈ സെർവറിൻ്റെ മെയിൻ പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ആരും ഞാൻ ഇപ്പോൾ പ്രാവശ്യം ആഡ് ചെയ്യുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാം, ഈ സെർവറിന് ആരും പ്രൊമോഷൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അന്നും MS ട്രോളിൻ്റെ വീഡിയോ ചെയ്ത പോലെ ആരും പ്രൊമോഷൻ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടവർക്ക് ജസ്റ്റ് കൺഗ്രാജുലേഷൻസ്. ഫസ്റ്റ് സെർവറിൽ കയറുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് ഹാർട്ട്സ് തരുന്നതായിരിക്കും. എൻ്റെ ഹാർട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഗൈസ്. ആൻഡ് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തെന്ന് ചോദിക്കുന്നു. ആൻഡ് ബൈ ഗൈസ്. നമ്മുടെ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് അടുത്തുള്ള ലൈക്ക് ബട്ടൺ ലൈക്ക് അടിക്കുക ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ലൈക്ക് അടിക്കില്ല എന്ന് എനിക്കറിയാം. എൻ്റെ എക്സ്പ്ലോർ ഇപ്പോഴത്തെ ലൈക്ക് നിൽക്കുന്നത് 11 ആണ്. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക ഗൈസ്. ആൻഡ് ബൈ ഗൈസ്. ബൈ.